അപ്പോൾ ഗുഡ് മോർണിംഗ്. സഹാരി റേസ് പ്ലസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് സെറ്റിംഗ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ആണ്. എങ്ങനെയാണ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് സെറ്റ് ചെയ്യുക എന്നുള്ള ഏരിയയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആരാണ് ഇതിൻ്റെ അതോറിറ്റി, എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം ICAI. ICAI എന്താണ്? ICAI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ ഇന്ത്യ. എന്താണ്? അക്കൗണ്ടൻസ് ആണ് ഷോർട്ട് എഴുതിക്കുന്നത്. അപ്പോൾ എന്താണ് ICAI എന്ന് പറയുന്നത്? ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് ICAI. അപ്പോൾ ICAI ആണ് ആദ്യമായിട്ട് 1977 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ASB എന്ന് പറയുന്ന ഒരു ബോർഡിനെ ഡെവലപ്പ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഫോർ സെറ്റിംഗ് ആൻഡ് ഇഷ്യൂയിങ് പ്രൊസീജിയേഴ്സ് അല്ലേ? എന്തിനാണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനും അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഇഷ്യൂ ചെയ്യാനും വേണ്ടിയിട്ടാണ് ASB നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ആൻഡ് ഇഷ്യൂയിങ് പ്രൊസീജിയർ ഈസ് ഇനിഷ്യേറ്റഡ് ബൈ ദ ICAI ആൻഡ് ഇറ്റ് ഈസ് ഫുള്ളി കൺസൾട്ടേറ്റീവ് ആൻഡ് ട്രാൻസ്പെറൻറ്റ്. എന്താണ് പറയുന്നത്? ICAI ആണ് ആദ്യമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഇഷ്യൂയിങ് പ്രൊസീജിയർ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ASB അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡിനെ 1977 ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് പ്രകാരം എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സും അതിൻ്റെ പ്രൊസീജിയേഴ്സും എങ്ങനെയായിരിക്കും? കൺസൾട്ടേറ്റീവ് ആണ്, അഡ്വൈസിങ് ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ കൺസൾട്ടേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതും അഡ്വൈസർ അനുസരിച്ച് മാറ്റം വരുന്ന തരത്തിലുള്ളതാണ്. കൺസൾട്ടേറ്റീവും ആണ്. അതുപോലെ എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അതിൻ്റെ പ്രൊസീജിയേഴ്സും ട്രാൻസ്പെറൻറ്റും ആയിരിക്കും. ഓക്കെ, ഇനി in the standard setting process, ASB will consider the following international standards while drafting the standard. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ASB ആണ്, നമ്മൾ പറഞ്ഞു. അപ്പോൾ ASB ഇന്ത്യയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? പല ഇൻ്റർനാഷണൽ ബോഡീസിനെയും ഹെൽപ്പ് അവരെടുക്കുന്നു, അല്ലെങ്കിൽ പല ഇൻ്റർനാഷണൽ ബോഡീസും ഡ്രാഫ്റ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സിനെ അവർ ഫോളോ ചെയ്യുന്നു. അത് ഏതൊക്കെ ബോഡീസിനാണ് അവർ ഫോളോ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. രണ്ട് ബോഡീസാണ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IAS എന്ന് പറയുന്ന ബോഡിയും ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IFRS എന്ന് പറയുന്ന രണ്ട് ബോഡിയും. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കകത്ത് ASB അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ട് ഇൻ്റർനാഷണൽ ബോഡീസിൻ്റെ ഡ്രാഫ്റ്റും കൂടെ ചെക്ക് ചെയ്യും. ആരുടെയൊക്കെയാണ്? ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IASൻ്റെയും അതുപോലെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IFRSൻ്റെയും. ഇത് രണ്ടിൻ്റെയും ഡ്രാഫ്റ്റുകൾ അവർ ചെക്ക് ചെയ്യും. ഇനി ആൻഡ് ഫൈനലി ICAI will incorporate them in our applicable laws, customs, യൂസേജസ് ആൻഡ് ബിസിനസ് എൻവിയോൺമെൻറ്റ്സ്. അപ്പോൾ ഫൈനലി എന്ത് ചെയ്യുന്നു? ICAI വിൽ ഇൻകോപ്പറേറ്റ് വിത്ത് അവർ. അപ്പം എന്നിട്ട് ആദ്യം ചെയ്യണ കാര്യം എന്ന് പറയുന്നത് ASB എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ICAI എന്ത് ചെയ്യുന്നു? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോറിൻ ബോഡീസിൻ്റെ ഡ്രാഫ്റ്റുകൾ ചെക്ക് ചെയ്യുന്നു. അവരുടെ കൺസൾട്ടേഷന് ശേഷം നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ആപ്ലിക്കബിൾ ലോസിനെയും നമ്മുടെ കസ്റ്റംസ്, നമ്മുടെ നിലവിലുള്ള ബിസിനസ് എൻവിയോൺമെൻറ്റ്, യൂസേജ്, ഇതെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തതിന് ശേഷമായി അവർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, കൗൺസിൽ ഓഫ് ICAI doesn't have any power to amend the draft of the accounting standards formulated by the ASB without its consent. അപ്പോൾ ICAI ആണ് ഇത് ഫൈനൽ ഡ്രാഫ്റ്റിനുള്ള, അല്ലെങ്കിൽ ഫൈനൽ ഡ്രാഫ്റ്റ് പുറത്തു വിടാനുള്ള അധികാരം അവർക്കാണെങ്കിൽ പോലും ഈ ഡ്രാഫ്റ്റിനകത്ത് നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന് ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? ASB ആണ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ്. ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഡ്രാഫ്റ്റിനെ ഇവരുടെ പെർമിഷൻ ഇല്ലാതെ ചേഞ്ച് ചെയ്യാൻ ആർക്ക് പറ്റില്ല? ICAIക്ക് പറ്റില്ല. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഡ്രാഫ്റ്റിനെ അവരുടെ പെർമിഷനോട് കൂടി മാത്രമേ ആർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ? ICAIക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. വിത്തൗട്ട് ദ പെർമിഷൻ ICAIക്ക് പോലും അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. doesn't have any power to amend the draft of the accounting standards formulated by the ASB without its consent. Hence, ASB has independent power to formulate the accounting standards. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ASBക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡിന് അവരുടേതായ ഇൻഡിപെൻഡൻറ്റ് പവർ ഉണ്ട്. എന്തിന്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യാൻ അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് പവർ ആർക്കുണ്ട്? ASBക്ക്. അതിലാരും ഇൻ്റർഫിയർ ചെയ്യാറില്ല.
ഓക്കെ, അവരുടെ പവറോടുകൂടി അവർക്ക് തന്നെ സ്വന്തമായി എന്ത് ക്രിയേറ്റ് ചെയ്യാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ കൺസൾട്ടേഷൻ എടുക്കാം. ഓക്കെ, പക്ഷെ ചേഞ്ചസ് ആർക്ക് മാത്രമാണ് അത് ചേഞ്ച് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും പറ്റുള്ളൂ? ASBക്ക് മാത്രം. ഓക്കെ, standards are set by ASB, recognizing the need to harmonize the diverse accounting policies and practices in India and keeping in view the international development in the field of accounting. The Institute of Chartered Accountants in India constituted the Accounting Standard Board ASB in April 1977. അപ്പം ഡീറ്റെയിൽഡ് നോട്ടാണ് പറയുന്നത്. ഏപ്രിൽ 1977 ASBയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ് ASBയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നമ്മൾ പറഞ്ഞു. എന്തിനാണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാനും ഇഷ്യൂയും പ്രൊസീജിയേഴ്സിനും വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് ഇവരിത് കൊണ്ടുവന്നത്, എന്ത് കാരണം കൊണ്ടാണ് ഇവരിത് കൊണ്ടുവന്നത് നമുക്ക് നോക്കാം. അതായത് റെക്കഗ്നൈസിംഗ് ദ നീഡ്സ് ടു ഹാർമണൈസ് ദ ഡൈവേഴ്സ് അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ ആൻഡ് കീപ്പിംഗ് ഇൻ വ്യൂ ദ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് അക്കൗണ്ടിംഗ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഗിവൺ ഇറ്റ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് പല വേരിയസ് ആയിട്ടുള്ള, മനസ്സിലാകുന്നുണ്ടോ, പല അക്കൗണ്ടിംഗ് പോളിസീസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോട്ട് കൂടി നമ്മുടെ എന്താണ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളും വളർന്നു തുടങ്ങിയപ്പോൾ ഗ്ലോബൽ നീഡ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അക്കൗണ്ടിങ് ഫീൽഡിലെ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇന്ത്യ മാത്രമായിട്ട് ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കൊരു യൂണിഫോം ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാർമണൈസ്ഡ് ആയിട്ടുള്ള എന്ത് വേണം, അക്കൗണ്ടിങ് പോളിസീസ് വേണം. അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന റൂൾസ് വേറെ ഒരു രാജ്യക്കാരും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ട്രേഡിന് വേണ്ടി അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടിങ് പോളിസീസിനെ എല്ലാം എന്ത് ചെയ്തു, ഹാർമണൈസ് ചെയ്തു. അതായത് സ്റ്റാൻഡർഡൈസ്ഡ് ആക്കി എല്ലായിടവും ഫോളോ ചെയ്യുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. എന്നാലേ അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്കും ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. Okay, in India, Accounting Standards Board, the Institute of Chartered Accountants of India, is responsible for setting accounting standards. അപ്പോൾ ഇന്ത്യക്കകത്ത് ആരൊക്കെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? The Accounting Standards Board, ASB of the Institute of Chartered Accountants of India. ASB ആരാണ് ക്രിയേറ്റ് ചെയ്തത്? The Institute of Chartered Accountants of India ആണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ് ഇന്ത്യക്കകത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അത് അവർക്ക് മാത്രമേ റൈറ്റ് ഉള്ളൂ. ഓക്കെ, The ASB comprises members of the Central Council of ICAI as well as the certain members from the professional, industry and the various segments and the government agencies. എന്താണ് പറയുന്നത്? ISBക്കകത്തുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണ്? The members of the Central Council of ICAI, ICAIക്കകത്തുള്ള, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യക്കകത്തുള്ള സെൻട്രൽ കൗൺസിൽ, അവരുടെ കൗൺസിൽ ഉണ്ടല്ലോ, ആ കൗൺസിലിലെ സെറ്റൽ മെമ്പേഴ്സ് ഉണ്ടാവും. ആരൊക്കെയാണ് ഉണ്ടാവുക? ASB എന്ന് പറയുന്ന സംഭവം ഡെവലപ്പ് ചെയ്തതേ ICAI ആണ്. അതുകൊണ്ട് അവരുടെ കൗൺസിൽ മെമ്പേഴ്സ് ഇതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ സർട്ടൻ മെമ്പേഴ്സ് ഫ്രം പ്രൊഫഷണൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ പല പല സെക്ടേഴ്സിലുള്ള ഒരു അത്യാവശ്യമായിട്ടുള്ള ചില വേരിയസ് ആയിട്ടുള്ള ഒരു മെമ്പേഴ്സും ഉണ്ടാവും. അപ്പോൾ ICAIയിലെ എല്ലാ സെൻട്രൽ കൗൺസിലുള്ള മെമ്പേഴ്സും അതിൻ്റെ കൂടെ തന്നെ വേരിയസ് ഇൻഡസ്ട്രീസിലുള്ള അല്ലെങ്കിൽ വേരിയസ് പ്രൊഫഷണൽ ഇൻഡസ്ട്രീസിലുള്ള പല ആവശ്യത്തിനുള്ള സെർട്ടൻ മെമ്പേഴ്സും കൂടെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, എക്സിസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഫോർ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പം സെറ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന നിലവിലുള്ള പ്രൊസീജിയറാണ് ഈ പറയുന്നത്. നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഈ സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചോളാം. സ്റ്റെപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിച്ചോളാം. സ്റ്റെപ്പ് 1, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ASB determines the board areas in which the accounting standards need to be formulated. ഏതൊക്കെ ബോർഡ് ഏരിയ അല്ലെങ്കിൽ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ഏരിയാസിലാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഏതൊക്കെ ഏരിയാസിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് നീഡ് കണ്ടുപിടിക്കണം, അല്ലേ? ബേസിക് നീഡാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എവിടെയൊക്കെ വേണം എന്നുള്ള നീഡ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. ആൻഡ് ദ പ്രയോറിറ്റി വിത്ത് റിഗാർഡ് ടു ദ ഇൻഷുറൻസ്
ഇഷ്യൂവൻസ് thereof. എന്നിട്ട് ആ ഏരിയാസിൽ ഏത് ഏരിയാസിനാണോ പ്രയോറിറ്റി ആവശ്യമുള്ളത് അവരുടെ റൂൾസ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും ആദ്യം നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ASB ഐഡൻറ്റിഫൈ ദ ഏരിയ വെയർ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ടു ബി ഫോർമുലേറ്റഡ് ഓർ അമെൻഡഡ് ആസ് ഓഫ് ടുഡേ അക്കൗണ്ടിങ് നീഡ്സ് ഓഫ് ദ ഇൻഡസ്ട്രി. നമ്മുടെ നിലവിലെ ഇൻഡസ്ട്രിയുടെ കാലാവസ്ഥ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിലവിലെ ഇൻഡസ്ട്രിയുടെ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് ഏത് ഏരിയാസിലാണ് ഇപ്പം നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ഏരിയാസിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡൻറ്റിഫൈ ദ ഏരിയാസ് വെയർ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ടു ബി ക്രിയേറ്റഡ് ഓർ ടു ബി മോഡിഫൈഡ്. എവിടെ ക്രിയേറ്റ് ചെയ്യണം, എവിടെ മോഡിഫൈ ചെയ്യണം എന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്ത്, എവിടെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള നീഡ് ഐഡൻറ്റിഫൈ ചെയ്യാണ് ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ASB ഈസ് അസിസ്റ്റഡ് ബൈ സ്റ്റഡി ഗ്രൂപ്പ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു കൺസിഡർ സ്പെസിഫിക് സബ്ജക്ട്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഇൻഡസ്ട്രിയിൽ പല പല മേഖലകളും ഏരിയാസിനും ഉണ്ട്. ആ ഓരോ ഏരിയാസിനും ആവശ്യമുള്ള ഏത് ഏരിയയ്ക്കാണോ പ്രയോറിറ്റി ആ ഏരിയയ്ക്ക് ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും സെറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ആ സ്പെസിഫിക് ഏരിയാസ് അല്ലെങ്കിൽ ആ സ്പെസിഫിക് സബ്ജക്ട്സിൽ എന്ത് ചെയ്യുന്നു, അറിവുള്ള അതിൻ്റെ സ്റ്റഡി ഗ്രൂപ്പ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻകോപ്പറേഷൻ നടത്തുന്നു. സോ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ASB അസിസ്റ്റഡ് ബൈ സ്റ്റഡി ഗ്രൂപ്പ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു കൺസിഡർ സ്പെസിഫിക് സബ്ജക്ട്. ഏതെങ്കിലും സ്പെസിഫിക് സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്ന എന്താണ്, ഇന്ന ഏരിയയിൽ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരണം. അപ്പോൾ ആ ഏരിയയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്രൂപ്പ്സ് അല്ലേ. സോ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് അവിടെ ഉണ്ടാവും. ആ ഗ്രൂപ്പ്സുമായിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യും. എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ വേണം, നിലവിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഗ്രൂപ്പ്സിനെ കൊണ്ട് മാത്രമേ പറ്റൂ. അപ്പോൾ അവരുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. In the information of study groups, provision is made for wide participation by the members of the institute and others. അപ്പോൾ ആ ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് മെമ്പേഴ്സോ അവരുമായിട്ടുള്ള വൈഡ് പാർട്ടിസിപ്പേഷൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ അതേഴ്സ് ആവട്ടെ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഏരിയയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഫഷണൽസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിലൊരു കൺസൾട്ടേഷൻ നടത്തുന്നു. ASB will constitute study groups which will prepare the preliminary draft that includes. അപ്പോൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ ഏത് ഏരിയയിലാണോ നമുക്ക് ആവശ്യം ആ ഏരിയയെ കുറിച്ചുള്ള ഗ്രൂപ്പ്സുമായിട്ട് നമ്മളൊരു അസിസ്റ്റൻസ് നടത്തിയതിന് ശേഷം നമ്മുടെ ASB എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റഡി ഗ്രൂപ്പ്സിനെ ക്രിയേറ്റ് ചെയ്യും. ആ സ്റ്റഡി ഗ്രൂപ്പായിരിക്കും അവരായിരിക്കും എന്ത് ചെയ്യുന്നത്, എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്നുള്ള പ്രിലിമിനറി ഡ്രാഫ്റ്റ് ഏത് സ്റ്റാൻഡേർഡ് കൊണ്ടുവരണം അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളതെന്നുള്ളൊരു പ്രിലിമിനറി ഡ്രാഫ്റ്റ് ആരായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്, സ്റ്റഡി ഗ്രൂപ്പായിരിക്കും. ഈ സ്റ്റഡി ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്, ASB ആണ്. അപ്പോൾ ASBക്ക് അതൊരു സ്റ്റഡി ഗ്രൂപ്പിൽ അവർ ക്രിയേറ്റ് ചെയ്യും ഏതെങ്കിലും പർട്ടിക്കുലർ ഏരിയാസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ. ആ സ്റ്റഡി ഗ്രൂപ്പ് എന്ത് ക്രിയേറ്റ് ചെയ്യും, പ്രിലിമിനറി ഡ്രാഫ്റ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഏരിയ ആണ്. രണ്ടാമത്തെ എന്താണ്, ക്രിയേറ്റിംഗ് പ്രിലിമിനറി ഡ്രാഫ്റ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, പ്രിലിമിനറി ഡ്രാഫ്റ്റ്. പ്രിലിമിനറി ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ പ്രിലിമിനറി ഡ്രാഫ്റ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും, നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, സ്കോപ്പ് എന്താണ്, അതായത് എന്തിനു വേണ്ടി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നു, ഏത് ഏരിയയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവും സ്കോപ്പും. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ടേംസ് ഉണ്ടെങ്കിൽ ആ ടേംസിൻ്റെ ഡെഫിനിഷൻസ്, അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ഉണ്ടായിരിക്കും. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് വെയർ സച്ച് പ്രിൻസിപ്പിൾസ് ആർ ആപ്ലിക്കബിൾ. എന്ത് പ്രിൻസിപ്പിൾസ് ആണ് അല്ലെങ്കിൽ എന്ത് മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, അതിൻ്റെ റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ്, അതുപോലെ തന്നെ എവിടെയാണ് ആ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് പ്രിൻസിപ്പിളാണ് കൊണ്ടുവന്നത്, അതിന് എന്ത് മെഷർ ചെയ്യുന്നു, അത് എന്തിനു വേണ്ടിയാണ് ആ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത്, അത് ഏത് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് റെക്കഗ്നിഷൻ ചെയ്യുന്നത്, എന്താണ് അത് മെഷർ ചെയ്യുന്നത്, അത് ഏത് പ്രിൻസിപ്പിൾസ് എവിടേക്കാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്നുള്ള ഏരിയാസ്, ഇത്രയും പറയുന്നു. അടുത്തത്
പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് ഓഫ് ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രസന്റ് ചെയ്യുന്നതിനും ഡിസ്ക്ലോസ് ചെയ്യുമായി ബന്ധപ്പെട്ട എന്തൊക്കെ റിക്വയർമെന്റ്സ് ആവശ്യമുണ്ടോ അതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ടാവും. പിന്നെ ദ ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർഡ് ബൈ ദ സ്റ്റഡി ഗ്രൂപ്പ് വിൽ ബി ഡെലിബറേറ്റഡ്ലി കൺസിഡർഡ് ബൈ ദ ASB. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു, ഇത്രയും കാര്യങ്ങളാണ് പ്രിലിമിനറി ഡ്രാഫ്റ്റിൽ ഉണ്ടാവുക. ഈ പ്രിലിമിനറി ഡ്രാഫ്റ്റ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? സ്റ്റഡി ഗ്രൂപ്പ്. ഈ സ്റ്റഡി ഗ്രൂപ്പ് ആരാണ് ക്രിയേറ്റ് ചെയ്തത്? ASB ആൻഡ് വിൽ ബി ഡെലിബറേറ്റ്ലി ബൈ ദ ASB. അതായത് ASB തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, അവർ കെയർഫുള്ളി കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രിലിമിനറി ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ASB ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഗ്രൂപ്പാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രിലിമിനറി ഡ്രാഫ്റ്റ്. ആരുടെ ഇതോടുകൂടി? ASBയുടെ കൺട്രോളോട് കൂടി ഇത് പ്രിപ്പയർ ചെയ്യുന്നു. ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രിലിമിനറി ഡ്രാഫ്റ്റ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ ബോർഡ് കൺസിഡേഴ്സ് ദ ഡ്രാഫ്റ്റ് ആസ് സബ്മിറ്റഡ് ബൈ ദ സ്റ്റഡി ഗ്രൂപ്പ് ആൻഡ് ഫൈനലൈസ് ദ സെയിം ഫോർ ഇഷ്യൂ ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ ഓഫ് ദ ICAI ആസ് വെൽ ആസ് ടു ദ ബോഡീസ് ലിസ്റ്റഡ് ബിലോ ഫോർ ദെയർ കമൻസ്. ഇനി എന്താ ചെയ്യുന്നത്? പ്രിലിമിനറി ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തു, സ്റ്റഡി ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്തു. ആ പ്രിപ്പയർ ചെയ്ത ഐറ്റത്തിനെ ഇവരെന്ത് ചെയ്യുന്നു? ഫൈനലി ആ ഡ്രാഫ്റ്റ് ആര് വെരിഫൈ ചെയ്യുന്നു? ASB വെരിഫൈ ചെയ്യുന്നു. വെരിഫൈ ചെയ്യുന്നതിൻ്റെ കൂടെ അത് ആർക്കും കൂടെ ഇഷ്യൂ ചെയ്യുന്നു? ICAIയുടെ മെമ്പേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ASBക്കകത്തുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ICAIയുടെ മെമ്പേഴ്സ് അല്ലേ, അവർക്കെല്ലാം ഇത് ചെക്ക് ചെയ്യാൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ വേറെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ബോഡീസ് ASBയുമായിട്ട് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ടുണ്ടോ അവർക്കൊക്കെ അവരുടെ കമൻസ് പറയാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്? വെരിഫിക്കേഷനാണ് ഈ സ്റ്റേജ് നടക്കുന്നത് അല്ലേ? വെരിഫിക്കേഷൻ, അതായത് അവരൊരു പ്രിലിമിനറി ഡ്രാഫ്റ്റ് എടുത്തതിന് ശേഷം അതെല്ലാ മെമ്പേഴ്സിലും പാസ് ഓൺ ചെയ്യുന്നു. അവരുടെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കാനും എന്തെങ്കിലും അമെൻമെൻറ്റ് വരുത്തണമെങ്കിൽ അത് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മെമ്പേഴ്സിനെല്ലാം വെരിഫൈ ചെയ്യാനായിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഏതൊക്കെ ബോഡീസാണ് നമ്മുടെ ASBക്കകത്തുള്ളത്? അതായത് ഈ പറയുന്ന ഇത്രയും ബോഡീസിലെ കൺസൾട്ടേഷനോട് കൂടിയാണ് ഇവരെന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രിലിമിനറി ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ബോഡീസിനാണ് ഇവർക്ക് ഇത് അയച്ചു കൊടുക്കുന്നത്? ഇതെല്ലാം ശ്രദ്ധിച്ചോളാം. ഇതിൽ ഏതൊക്കെ ബോഡീസാണ് അയച്ചു കൊടുക്കാത്തതെന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഏതൊക്കെ ബോഡീസ് എന്ന് നോക്കാം. അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ആർക്കാണ്? അസോസിയേറ്റഡ്, ഫസ്റ്റ് വൺ അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അടുത്ത എന്താണ്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അടുത്ത എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അടുത്തത് സ്റ്റാൻഡിംഗ് കോൺഫറൻസ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ്. സ്റ്റാൻഡിംഗ് കോൺഫറൻസ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. അടുത്തത് ആർക്കാണ് കൊടുക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. ഓക്കെ, അടുത്ത സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പനി അഫയേഴ്സ്. ഏതാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പനി അഫയേഴ്സ്. അടുത്തത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ആൻഡ് ഫൈനലി ദ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. ഓൾമോസ്റ്റ് ഒരു 10-11 ഇൻഡസ്ട്രി ഏരിയാസ് ഉണ്ട്. ഈ ബോർഡിനെല്ലാം തന്നെ ഇവർ ഇതിൻ്റെ കോപ്പീസ് അയച്ചു കൊടുക്കും വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യക്കകത്തുള്ള പല മേഖല, ബാങ്കിങ് മേഖല, ഇൻഷുറൻസ് മേഖല, അക്കൗണ്ടിങ് മേഖല, കമ്പനി, ടാക്സസ്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിലുള്ള ഇത്രയും ബോഡീസും കൂടെ ചേർന്നിട്ടാണ് ഇതിൽ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നത്. ഈ ബോഡീസ് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളത് കാണാതെ പഠിച്ചോളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കോളാം. നമുക്കറിയാമല്ലോ അക്കൗണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇത്രയും ഏരിയാസ് ഉണ്ട്. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏതാണ് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ,
അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ASB ഹോൾസ് മീറ്റിംഗ് വിത്ത് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ സ്പെസിഫൈഡ് ഔട്ട്സൈഡ് ബോഡീസ് ലിസ്റ്റഡ് അബോവ് ടു അസർട്ടൈൻ ദെയർ വ്യൂസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തെന്ന് ആ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആ പ്രിലിമിനറി ഡ്രാഫ്റ്റ് നമ്മുടെ മെമ്പേഴ്സിനും അതുപോലെ തന്നെ ഔട്ട്സൈഡ് ബോഡീസിനും വെരിഫിക്കേഷന് വേണ്ടി കൊടുത്തു. അതിനുശേഷം ഇവരിത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഔട്ട്സൈഡ് ബോഡീസിലെ റെപ്രസെൻറ്റേറ്റീവുമായിട്ട് ഇവർ മീറ്റിംഗ് കൺസിഡർ ചെയ്യും. എന്ത് ചെയ്യും? അപ്പോൾ അടുത്തൊരു മീറ്റിംഗ് ആണ്. മീറ്റിംഗ് വിത്ത് വാട്ട്? ഔട്ട്സൈഡ് ബോഡീസ്. മീറ്റിംഗ് വിത്ത് ഔട്ട്സൈഡ് ബോഡീസ്. അപ്പോൾ ഇവരിവിടെ എന്താണ് ചെയ്യുന്നത്? ഔട്ട്സൈഡ് ബോഡീസുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. ഔട്ട്സൈഡ് നമ്മളിപ്പോൾ 10-11 ഔട്ട്സൈഡ് ബോഡീസ് പഠിച്ചില്ലേ, അവരുടെ റെപ്രസെൻറ്റേറ്റീവുമായിട്ട് ഒരു മീറ്റിംഗ് കൺസിഡർ ചെയ്തിട്ട് അവരുടെ വ്യൂസ് എന്തൊക്കെയാണ്, അവരുടെ കമൻസ് എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റെപ്പ് 5 അതാണ് അടുത്ത. ഇനി അടുത്തതെന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദ കമൻസ് റിസീവ്ഡ് ഫ്രം ദ കൗൺസിൽ മെമ്പേഴ്സ് ആസ് വെൽ ആസ് ദ ഔട്ട്സൈഡ് ബോഡീസ് ദ ബോർഡ് ഫൈനലൈസസ് ദ എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആൻഡ് എക്സ്പോസസ് ഇറ്റ് ഫോർ പബ്ലിക് കമൻസ്. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഔട്ട്സൈഡ് ബോഡീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചു. ഇനി ആ മീറ്റിങ്ങിൽ നിന്ന് കിട്ടിയ കമൻസിൻ്റെ ബേസിസിൽ ആ പ്രിലിമിനറി ഡ്രാഫ്റ്റിനെ ഇവർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഫൈനൽ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ പ്രിലിമിനറി ഡ്രാഫ്റ്റിൽ വരുന്ന ചേഞ്ചസ് എല്ലാം വരുത്തിക്കൊണ്ട് ഔട്ട്സൈഡ് ബോഡീസിൻ്റെ പറയുന്ന കമൻസും കൂടെ ചേർത്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഫൈനലൈസ് ചെയ്തൊരു ഡ്രാഫ്റ്റ് ഇറക്കുന്നു. അപ്പോൾ ഫൈനലൈസ് ചെയ്ത ആ ഡ്രാഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്പോഷർ ഡ്രാഫ്റ്റ്. ഓക്കെ, ഈ എക്സ്പോഷർ ഡ്രാഫ്റ്റ് അവരെന്ത് ചെയ്യുന്നു? പബ്ലിക്കിന് എക്സ്പോസ് ചെയ്യുന്നു. പബ്ലിക്കിന് എന്തെങ്കിലും കമൻസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിന് വേണ്ടി അതെന്ത് ചെയ്യുന്നു? പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രിലിമിനറി ഡ്രാഫ്റ്റിൽ ഔട്ട്സൈഡ് ബോഡീസിൻ്റെ കമൻസും കൂടെ ആഡ് ചെയ്തിട്ട് അവരെന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഒരു ഫൈനൽ എക്സ്പോഷർ ഡ്രാഫ്റ്റ്. അപ്പോൾ സ്റ്റെപ്പ് 5 എന്താണ്? ക്രിയേറ്റിംഗ് എക്സ്പോഷർ ഡ്രാഫ്റ്റ്. അവരെന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഒരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? എക്സ്പോസസ് ഇറ്റ് ഫോർ ദ പബ്ലിക് കമൻസ്. പബ്ലിക്കിൽ നിന്നുള്ള കമൻസ് കിട്ടാൻ വേണ്ടി അതിനെ എക്സ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു? ആദ്യം അവർ ബോഡീസുമായിട്ട് കൺസൾട്ട് ചെയ്തു, പ്രിലിമിനറി ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്തിട്ട് എക്സ്പോഷർ ഡ്രാഫ്റ്റ് എടുക്കും. ആ ഡ്രാഫ്റ്റ് പബ്ലിക്കിന് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ പബ്ലിക് അതിലെന്ത് ചെയ്യും? കമൻസ് ആഡ് ചെയ്യും. ഇനി ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദ പ്രൊഫഷൻ ത്രൂ ദ മീഡിയം ഓഫ് ദ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ എക്സ്പോഷർ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അത് എങ്ങനെയൊക്കെ പബ്ലിക്കിന് പ്രസൻറ്റ് ചെയ്ത് നോക്കാം. ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദ പ്രൊഫഷൻ ത്രൂ ദ മീഡിയം ഫോർ ദ ജേണൽ. ഓക്കെ, അപ്പോൾ എല്ലാ പ്രൊഫഷൻസിനും എന്താ വെച്ചാൽ എല്ലാ പ്രൊഫഷനിലുമുള്ള മെമ്പേഴ്സിനും ഇത് അയച്ചു കൊടുത്തു. അതായത് അവരുടെ മീഡിയം ഓഫ് ജേണൽ, അവർ ഏത് ജേണലിൽ കൂടെയാണ്? ഇപ്പോൾ അക്കൗണ്ട്സിനൊക്കെ ബാധിക്കുന്ന കുറേ ജേണൽസ് ഉണ്ടാവും, ടാക്സിൻ്റെ ജേണൽസ് ഉണ്ടാവും. അപ്പം ഓരോ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ജേണൽസിലൂടെ അവർക്ക് നമ്മൾ പൊതുവേ നമ്മുടെ എന്താണ് ഗവൺമെൻറ് ഫോർമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ അപ്പർ ബോഡീസ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ റൂൾസും കാര്യങ്ങളൊക്കെ പബ്ലിക്കിന് കൊടുക്കാറുണ്ട് വായിക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയായിരിക്കും? ഓരോ ഏരിയാസിനും റിലേറ്റ് ചെയ്തിട്ടുള്ള ജേണലിൽ കൂടെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ ഈ എക്സ്പോഷർ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് പല പല ഏരിയാസ് ഉണ്ടാവല്ലോ, നമുക്ക് പല സെഗ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ? അക്കൗണ്ട്സ് ഉണ്ട്, ടാക്സ് ഉണ്ട്, അങ്ങനെ പല ഇൻഷുറൻസ് ഉണ്ട്. ആ ഓരോ സെഗ്മെൻറ്റ്സിനും ആ സെഗ്മെന്റ്സുമായി ബന്ധപ്പെട്ട ജേണൽസ് ഉണ്ടാവും, മാഗസീൻസ്, ജേണൽസ് ഒക്കെ ഉണ്ടാവൂലേ? ആ ജേണൽസ് വഴിയായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്? അത് അവരുടെ അറിയിക്കുന്നത്. അത് വായിച്ചിട്ട് അവർക്ക് അവരുടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പറയാം. ഇനി ടു പ്രിൻസിപ്പൽ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ത്രൂ ഡയറക്റ്റ് കൺഫർമേഷൻ. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ചേംബേഴ്സ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഉണ്ടല്ലോ, അവർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ബാക്കി ആദ്യം പറഞ്ഞാൽ നമ്മൾ വേരിയസ് ഫീൽഡിലുള്ള മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നു? ജേണൽസ് വഴി കൊടുക്കുന്നു. ഇനി പ്രിൻസിപ്പൽ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി നമ്മൾ പറഞ്ഞു ഈ ബോർഡിന് നമ്മൾ ഡേറ്റാസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നത്? ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അവർ ഡയറക്റ്റ് ഇൻഫോം ചെയ്യുന്നു. ഇനി ടു ഓൾ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, വേറെ ആർക്കും കൊടുക്കുന്നുണ്ട്? റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കൊക്കെ ഇൻഫോർമേഷൻ പോകുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എല്ലാ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലും ഡയറക്റ്റ് ആയിട്ട് ഇവർ എക്സ്പോഷർ ഡ്രാഫ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി അതുപോലെ ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അവിടെയും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോസ്റ്റ് വർക്ക് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? ത്രൂ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെ ഏരിയാസിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം കേട്ടോ. ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യക്ക് എങ്ങനെയാണ്? അവിടെയും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് കൊടുക്കുന്നത്.
to the Ministry of Corporate Affairs, the central body of taxes and the controller and the generally എന്താണ് auditor general by direct communication. ഈ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞാലും സെൻട്രൽ ബോഡി ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണെങ്കിലും ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന അപ്പർ ബോഡീസ് ആണ്. ഈ 3 പേർക്കും എങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്? ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആർക്കൊക്കെയാണ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ? പ്രിൻസിപ്പൽ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഓൾ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിന് ശ്രദ്ധിക്കുക, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മാത്രമാണ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, അൺറെക്കഗ്നൈസ്ഡിന് അല്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസിനും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യക്കും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇവർക്കെല്ലാവർക്കും എങ്ങനെയാണ്? ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് കൊടുക്കുന്നത്. ഇനി ടു പ്രിൻസിപ്പൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ അതായത് പ്രിൻസിപ്പൽ ആയിട്ടുള്ള അപ്പർ ബോഡീസിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അവർ, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ബൈ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ പ്രിൻസിപ്പൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എല്ലാവർക്കും, അത് റിസർവ് ബാങ്ക് ആവട്ടെ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻസ് ആവട്ടെ, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻസ് ആവട്ടെ, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, പ്രിൻസിപ്പൽ ആയിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ടു ഓൾ റീജിയണൽ കൗൺസിൽസ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ICAI ബൈ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ എല്ലാ റീജിയണൽ കൗൺസിൽസ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ICAIയുടെ എല്ലാ ബ്രാഞ്ചുകൾക്കും എല്ലാ റീജിയണൽ കൗൺസിലുകൾക്കും ഡയറക്റ്റ് ഇൻഫോർമേഷൻ ആണ്. ടു ഓൾ കൗൺസിൽ മെമ്പേഴ്സ്, അതുപോലെ എല്ലാ കൗൺസിൽ മെമ്പേഴ്സിനെയും ഇൻഫോം ചെയ്യുന്നു. ദെൻ ടു ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ബൈ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോഡീസിനെയും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിലൂടെ അറിയിക്കുന്നു. അപ്പം നമ്മൾ പ്രീവിയസ് സ്റ്റേജിൽ നമ്മൾ എന്താ പറഞ്ഞേ? ഫൈനലായിട്ട് നമ്മളത് പല പ്രൊഫഷണൽസിൽ അല്ലെങ്കിൽ പബ്ലിക്കിന് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റെപ്പ് 5 നമ്മൾ ചെയ്യുന്നത് പബ്ലിക്കിലുള്ള പല പ്രൊഫഷണൽസിനാണ് ഇത് മാഗസിന് വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജേർണൽസ് വഴി ഇൻഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പല ഇമ്പോർട്ടൻറ്റ് ബോഡീസിനുമാണ് ഇത് കൊടുക്കുന്നത്. അവരുടെ സജഷൻസ് എല്ലാം എടുത്തതിന് ശേഷമാണ് ജനറൽ പബ്ലിക്കിന് കൊടുക്കുന്നത്. അപ്പോൾ 5ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നുണ്ട് ജനറൽ പബ്ലിക്കിന് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ആർക്ക് കൊടുക്കും? പ്രൊഫഷണൽസിനും ബോർഡിനും കൊടുക്കും. ബോർഡിൻ്റെ സജഷൻസ് ആഡ് ചെയ്തതിന് ശേഷമാണ് ആർക്ക് കൊടുക്കുന്നത്? അടുത്താണ് വീണ്ടും ജനറൽ പബ്ലിക്കിന് കൊടുക്കുന്നത്. ഈ ജനറൽ പബ്ലിക്കിനും കൊടുത്തിട്ട് അവരുടെ സജഷൻസും കേട്ടതിന് ശേഷം ഇത് ആർക്ക് കൊടുക്കും? ICAIക്ക് അപ്രൂവലിന് വേണ്ടി കൊടുക്കും. അപ്പോൾ സ്റ്റെപ്പ് 6 നമ്മൾ പറയുന്ന കാര്യം, ഇവരുടെ എല്ലാ കമൻസും കേട്ടതിന് ശേഷം, വേരിയസ് ക്വാർട്ടേഴ്സിൽ നിന്ന് കേട്ടതിന് ശേഷം നമ്മൾ ഈ എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആർക്ക് കൊടുക്കുന്നു? പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നു. പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളെ കൗൺസിലിന് നമ്മളിത് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മൾ എന്താ ചെയ്യുക? സ്റ്റെപ്പ് 5 വന്നിട്ട് നമ്മളിതെല്ലാം പബ്ലിക്കിന് കൊടുക്കും. പബ്ലിക്കിന് കൊടുക്കും എന്ന് പറഞ്ഞാൽ ആദ്യം പ്രൊഫഷണൽസിനും ബോഡീസിനും കൊടുക്കും. ബോഡീസിന് കൊടുത്തതിന് ശേഷം അവരെ സജഷൻസ് വാങ്ങിച്ചതിന് ശേഷം ജനറൽ പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യും. ജനറൽ പബ്ലിക്കിൻ്റെ എല്ലാ കൺസിഡറേഷനും വരുത്തിയതിന് ശേഷം നമ്മളിത് കൗൺസിൽ ഓഫ് മെമ്പേഴ്സ്, നമ്മളെ കൗൺസിൽ ഓഫ് മെമ്പേഴ്സ് ഉണ്ടല്ലോ ASBയുടെ മെമ്പേഴ്സിന് ഇത് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ആ കൺസിഡറേഷനും ആ സജഷൻസും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫൈനൽ ആയിട്ടുള്ള എക്സ്പോഷർ ഡ്രാഫ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ കൺസിഡറേഷൻ ഓഫ് ദ പബ്ലിക് കമൻസ്, എക്സ്പോഷർ ഡ്രാഫ്റ്റ് വിൽ ബി ഫോർവേഡഡ് ടു ദ കൗൺസിൽ ഓഫ് ICAI ഫോർ അപ്രൂവൽ. അപ്പോൾ പബ്ലിക്കിൻ്റെ കമൻസും കേട്ട് അതെല്ലാം എക്സ്പോഷർ ഡ്രാഫ്റ്റിൽ ആഡ് ചെയ്തിട്ട്, അതാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ്. ഏറ്റവും ലാസ്റ്റ് പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ പബ്ലിക്കിനും പ്രൊവൈഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഡ്രാഫ്റ്റ് ആർക്ക് അയച്ചു കൊടുക്കുന്നത്? ICAIയുടെ കൗൺസിൽ അയച്ചു കൊടുക്കുന്നത്. എന്തിനു വേണ്ടി? അപ്രൂവൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണെങ്കിലും അപ്രൂവ് ചെയ്യുന്ന ആരാണ്? ICAI ആണ്. ഇത് ഫൈനലി നമ്മൾ ജനറൽ പബ്ലിക്കിന് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്ന ആരായിരിക്കും? ഗസറ്റഡ് ഓഫീസിലൂടെ ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ യൂഷ്വലി നമ്മുടെ എന്തെന്ന് പറയുന്നത്, ASB അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ASBയും അത് അപ്രൂവ് ചെയ്യുന്നത് ആരുമാണ്? ICAIയുമാണ്. അപ്പം ലാസ്റ്റ് പബ്ലിക്കിൻ്റെ കമൻസും കഴിഞ്ഞതിന് ശേഷം ICAIക്ക് അത് അപ്രൂവലിന് വേണ്ടി അയച്ചു കൊടുക്കും. Council of ICAI will verify the final draft
If any alterations is to be done, then the draft will be modified with the consent of ASB. അപ്പോൾ ASB ആർക്ക് അയച്ചു കൊടുക്കുന്നു? കൗൺസിൽ ഓഫ് ICIക്ക് ഇത് അയച്ചു കൊടുക്കുന്നു. അയച്ചു കൊടുത്തതിന് ശേഷം കൗൺസിൽ ഇതെല്ലാം വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്യുമ്പോൾ കൗൺസിലിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്ന് തോന്നിയാൽ കൗൺസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ASBയുടെ കൺസെൻറ്റോടുകൂടി വിത്ത് ASBയുടെ പെർമിഷനോടുകൂടി അവരെന്ത് ചെയ്യുന്നു? മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ, ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചേഞ്ച് വരുത്തുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പ്, ഫൈനലി ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വിൽ ബി ഇഷ്യൂഡ് ഓൺ ദ സ്പെസിഫിക് ഏരിയ വെർ ഇറ്റ് നീഡ് വാസ് ഫൗണ്ട് ബൈ ദ ICAI. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്തത് ആദ്യമേ ഏത് ഏരിയ ആണോ നീഡ് ഉള്ളത് ആ ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ പ്രിപ്പയർ ചെയ്തേ. അപ്പോൾ ഇത് അവർ അപ്രൂവ് ചെയ്തിട്ട് ഏത് സ്പെസിഫൈഡ് ഏരിയയിലാണോ നമുക്കിത് ആവശ്യമുള്ളത് ആ ഏരിയയിൽ അവരത് ഇഷ്യൂ ചെയ്യുന്നു. ഇൻഷുറൻസിലാണെങ്കിൽ ഇൻഷുറൻസിൽ, ടാക്സിലാണെങ്കിൽ ടാക്സിൽ, അക്കൗണ്ടിങ്ങിലാണെങ്കിൽ അക്കൗണ്ടിങ്ങിൽ, ഏത് മേഖലയിലാണോ നമുക്ക് ഈ സ്റ്റാൻഡേർഡ്സ് അപ്പോൾ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത സ്റ്റാൻഡേർഡ് ആവശ്യമുള്ളത് അത് ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, ദ കൗൺസിൽ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസിഡേർഡ് ദ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദ പ്രപ്പോസ്ഡ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇഫ് നെസസറി മോഡിഫൈ സെയിം ഇൻ ദ കൺസൾട്ടേഷൻ വിത്ത് ദ ASB. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പോൾ നമ്മുടെ കൗൺസിൽ എന്ത് ചെയ്യുന്നു? അവസാനമായിട്ട് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തതിന് ശേഷം പിന്നെയും അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമല്ലോ. ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ആവശ്യങ്ങളോ ഫൈനൽ ഡ്രാഫ്റ്റിൽ ഉണ്ടെങ്കിൽ അത് ആരുടെ കൺസിഡറേഷനോടുകൂടി ചേഞ്ച് ചെയ്യുന്നു? ASB. നമ്മൾ മോളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യും. ഇഷ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ASBയുടെ കൺസിഡറേഷനോടുകൂടി ചെയ്യുന്നു. The accounting standards on the relevant subject then issued under the authority of council. അപ്പോൾ എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓൺ ദ റിലവൻറ്റ് സബ്ജക്ട് ഈസ് ദെൻ ഇഷ്യൂഡ് അണ്ടർ ദ അതോറിറ്റി ഓഫ് ദ കൗൺസിൽ. അപ്പോൾ നമ്മൾ ഇവരുടെ മോഡിഫിക്കേഷൻസും ചേഞ്ചസും എല്ലാം ചെയ്തതിന് ശേഷം ഫൈനലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കൗൺസിലിന് അല്ലെങ്കിൽ അതോറിറ്റി ഓഫ് കൗൺസിൽ വഴി നമ്മളിത് എന്ത് ചെയ്യുന്നത്? നമ്മളത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതോറിറ്റി ഓഫ് ദ കൗൺസിൽ എന്ന് പറയുമ്പോൾ അപ്പർ ബോഡി എന്ന് പറയുന്ന ആരാണ്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അവരായിരിക്കും ICAIയുടെ ICAയും കൂടെ ചേർന്നിട്ട് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലെ കൺക്ലൂഷനോട് നോക്കാം. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഹാസ് ഡിസൈഡഡ് ടു കൺഫേം ടു ദ ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ ദ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ലണ്ടൻ ഫോർ ഓൾ അക്കൗണ്ടിംഗ് പീരീഡ്സ് കമൻസിങ് ഓൺ ആഫ്റ്റർ 1/2011. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യമുണ്ട്. നമ്മൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 2 ഇൻ്റർനാഷണൽ ബോഡീസിനും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് IAS എന്നും പറയാം, IASB എന്നും പറയാം. ബോർഡ് എന്ന് പറയുമ്പോൾ ബിയും കൂടെ വരും. അതിൻ്റെ കൂടെ തന്നെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇവർ രണ്ടുപേരെയും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഏപ്രിൽ 2011 ശേഷം ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യയുടെ എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും എന്തുമായിട്ട് കണക്ട് ചെയ്താണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ 2 സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഇപ്പം എന്തുമായിട്ട് ഹാർമണൈസ്ഡ് ആണ്? എന്തുമായിട്ട് ഈക്വലൈസ് ചെയ്തൊക്കെയാണ്? ഇന്ത്യൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇതാരാണ് ഇഷ്യൂ ചെയ്യുന്നത്? IASB, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് പ്രിപ്പയർ ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഹാർമണൈസ് ചെയ്തിട്ടാണ് 2011 ഏപ്രിൽ 1 ശേഷമുള്ള എല്ലാ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും പ്രിപ്പയർ ചെയ്യുന്നത്. ആസ് ഇൻ കൺട്രീസ് ലൈക്ക് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ, ദ IFRS will also be adopted in India for listed public interest entities such as the banks, insurance companies and others. അപ്പോൾ ഇന്ത്യക്ക് മുമ്പ് തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, യൂറോപ്യൻ യൂണിയൻ ഇവരെല്ലാം IFRSന്റെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ആരും അഡോപ്റ്റ് ചെയ്തു? ഇന്ത്യയും അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം IFRSന്റെ ബേസിസിലാണ്. അപ്പോൾ ബാങ്ക്സിലാവട്ടെ, ഇൻഷുറൻസ് കമ്പനിയിലാവട്ടെ, അതർ സെക്ടേഴ്സ് ആവട്ടെ, എല്ലായിടത്തും എന്തു വന്നിട്ടുണ്ട്? IFRS വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇന്ത്യക്ക് അത് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. നിലവിൽ ഇന്ത്യക്ക് 32 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് IFRSുമായിട്ട് ഹാർമണൈസ് ചെയ്യുമ്പോൾ, കൺവേർട്ട് ചെയ്യുമ്പോൾ, എന്തിനാണ് അങ്ങനെ ഹാർമണൈസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ രാജ്യത്തിനും പല പല അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആയി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിന് അത് ബുദ്ധിമുട്ടാണ്.
ഇല്ലേ? അപ്പോൾ ഇന്റർനാഷണലി ഒരുമിച്ചൊരു യൂണിഫോം ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരാനാണ് IFRSുമായിട്ട് ചേർന്ന് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ത്യക്ക് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലായിരുന്നു. കാരണം നമുക്ക് 32 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉള്ളതിൽ 25 ഓൾറെഡി നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്താണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്? IFRSുമായിട്ട്. കാരണം ഇന്ത്യ എല്ലായ്പ്പോഴും സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് കൺസിഡർ ചെയ്യുമായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞു IFRSും IASBയും കൺസിഡർ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ 32ലും 25 ഓൾറെഡി നമ്മൾ IFRSിലുള്ള സെയിം തന്നെയാണ് നമ്മുടെ കയ്യിലും ഉള്ളത്. ഓക്കെ, വിത്ത് ദിസ് ഡിസിഷൻ ഇൻ ഇന്ത്യ joins 102 countries that presently employ IFRS in their preparation of financial statements. By 2021, the number is expected to reach 150 of the 32 accounting standards issued by the ICA. 25 are already based on the international standards. Hence, the transition to IFRS should not pose a problem for Indian accountants. അതായത് 2011 ആയപ്പോഴത്തേക്ക് അതിന് മുമ്പ് 102 കൺട്രീസ് ആണ് ആദ്യമായിട്ട് ഇത് IFRSുമായിട്ട് കണക്ട് ചെയ്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. 2011 ആയപ്പോഴത്തേക്ക് 150 കൺട്രീസായി. ഇന്ത്യയുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഇന്ത്യയിൽ ICA ഇഷ്യൂ ചെയ്യുന്ന 32 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ 25 ഓൾറെഡി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെയാണ്, IFRS സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് IFRS സ്റ്റാൻഡേർഡിലോട്ട് ട്രാൻസിഷൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ICA will further consult with the National Advisory Committee on Accounting Standards established by the Ministry of Corporate Affairs. ആരാണ്? NACAS. എന്താണ്? NACAS. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടേ. ഈ NACSന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. NACAS എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ISAA എന്ന് പറയുന്നത് 2011 ശേഷം NACAS, അതായത് എന്താണ്? നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആര്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് 2011 ശേഷം കൊണ്ടുവന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്തെന്ന് പറയുന്നത്? നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, NACAS. എന്തിനു വേണ്ടി കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ വേരിയസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് എത്രത്തോളം എഫേർട്ടാണ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് NACAS എന്ന് പറയുന്നത്. ഈ NACAS 2011 ശേഷം വന്നതിന് ശേഷം അവരുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ IFRSലോട്ട് മാറുന്നത്. പണ്ട് 2011 മുമ്പ് വരെയും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ IFRSുമായിട്ട് കറക്റ്റായിട്ട് ഹാർമണൈസ് ചെയ്തല്ല പോയിക്കൊണ്ടിരുന്നത്. അതിലുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യക്ക് സെപ്പറേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു. 2011 ശേഷം NACS എന്ന് പറഞ്ഞ അതോറിറ്റിയുടെ ഹെൽപ്പോട് കൂടി, ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്തു? IFRSുമായിട്ട് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കൺവേർട്ട് ചെയ്തു. ആൻഡ് ദ വേരിയസ് റെഗുലേറ്റേഴ്സ് സച്ച് ആസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് Development of Authority and the Securities and Exchange Board of India facilitate the transition. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിനെ IFRSലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ കൺവേർജൻസിൻ്റെ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്? ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് ഓഫ് അതോറിറ്റി, അല്ലേ? IRDA നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇവരുടെയൊക്കെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ IFRSലോട്ട് കൺവേർജ് ചെയ്തത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തത്. ആരുടെ ഹെൽപ്പോട് അല്ലെങ്കിൽ ആരുടെ ഇതിലാണ് കീഴിലാണ്? NACASന്റെ. NACS എന്താണ്? നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. എന്തിനു വേണ്ടി? നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ കീഴിലാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ എന്തിനോട്ട് കൺവേർട്ട് ചെയ്തത്? IFRSലോട്ട് കൺവേർട്ട് ചെയ്തത്. ഓക്കെ, ഇത് കൺവേർട്ട് ചെയ്തിട്ടാണ് അതിനുശേഷം 2011 ശേഷമുള്ള എല്ലാ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും IFRSുമായിട്ട് ഹാർമണൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ NACS എന്ന് പറയുന്നതിനെ 2013 ശേഷം NFRA ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്.
NACSനെ റീപ്ലേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ആയിട്ടുള്ള പുതിയ അതോറിറ്റിയാണ് എന്ത്? NFRA, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. എന്താണ്? നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ നോട്ടിൽ. ഓക്കെ, അപ്പം നമ്മൾ NACS ആണ് ആദ്യമായിട്ട് റിവ്യൂ, നമ്മളെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് റിവ്യൂ ബോർഡായിട്ട് ആദ്യം വന്നത് എന്താണ്? NACS. അത് 2011 ശേഷം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് കൊണ്ടുവന്നതാണ്. ഇതിനെ 2013 ശേഷം എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് NFRA വന്നു. എന്ത് വന്നു? NFRA. NFRA ആണ് നിലവിൽ നമ്മുടെ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ റിവ്യൂ ചെയ്യുന്നത്. ഓക്കെ, NFRAയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. ഇവരുടെയും പർപ്പസ് എന്ത് തന്നെയാണ്? റിവ്യൂ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റിവ്യൂ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെയും പർപ്പസ്. ആരാ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നാണ്? NACS, നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും IFRS പോലെ അല്ലെങ്കിൽ IFRSലോട്ട് കൺവേർട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് എന്തിൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. പ്രൊസീജിയർ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ആരാണ് പ്രൊസീജിയർ സെറ്റ് ചെയ്യുന്നത്, ഇപ്പം നിലവിൽ എന്താണ് ഫോളോ ചെയ്യുന്നത്? IFRS ആണ് ഫോളോ ചെയ്യുന്നത്. ആ കാര്യങ്ങളും അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇത്രയുമാണ് ഈ ഒരു ഏരിയയിൽ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.